സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ലോകം എന്ന് നാം വിവക്ഷിക്കുന്നതും ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹവും കൂടിയാണ് നമ്മുടെ ഭൂമി. ഏതാണ്ട് 70% വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രഹമായതുകൊണ്ട് ഗഗനഗഹനതയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നതുകൊണ്ട് ഇതിനെ നീലഗ്രഹം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ടെറസ്ട്രിയൽ പ്ലാനറ്റുകളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത്. എവിടെ നിന്നാണ് ഭൂമിയിൽ ജലമെത്തിയത് എന്ന ചോദ്യം വളരെ കാലമായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. പ്രപഞ്ച രഹസ്യം തേടിയുള്ള യാത്രയിലുടനീളം മനുഷ്യൻ ഈ ചോദ്യം ചോദിച്ചിരുന്നു. അന്നും ഇന്നും എന്നും അതിന് പ്രസക്തിയുമുണ്ട്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് ജലം. അതുകൊണ്ടുകൂടിയാണ് ഈ ചോദ്യത്തിന് പ്രാധാന്യമുണ്ടാകുന്നതും. എല്ലാവർക്കും നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൻ്റെ 70% ജലത്താലാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ അമൂല്യമായ ജലം എവിടെ നിന്നാണ് ഭൂമിയിൽ എത്തിയത് എന്നത് നൂറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഭൂമിയുടെ ഉത്ഭവത്തെയും സൗരയൂഥത്തിൻ്റെ രൂപീകരണത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിർണായകവുമാണ്. ഏകദേശം 454 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപം കൊണ്ടപ്പോൾ ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല അത്. സൂര്യനോട് വളരെ അടുത്തായി രൂപപ്പെട്ട ഒരു ഗ്രഹമായതിനാൽ ആദിമഭൂമി തിളച്ചു മറിയുന്ന ഒരു ഗോളം മാത്രമായിരുന്നു. നിരന്തരമായ ഉൽക്കാപതനങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാരണം ഉരുകിയ ലാവ കൊണ്ടുണ്ടാക്കിയ ഒരു പന്ത് പോലെയായിരുന്നു അന്നത്തെ ഭൂമി. ഈ ഉയർന്ന താപനിലയിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഉടനടി നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകും. ഒരു വരണ്ട ഗ്രഹമായിട്ടാണ് ഭൂമി അതിൻ്റെ യാത്ര ആരംഭിച്ചതെന്നാണ് ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും കരുതുന്നത്. ഭൂമിയിൽ ജലമെത്തിയതിനെക്കുറിച്ച് പ്രധാനമായ 2 സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത്. പുറത്തു നിന്നുള്ള ഉറവിടം എന്ന സിദ്ധാന്തമനുസരിച്ച് ഭൂമിയിൽ കാണുന്ന ജലത്തിൻ്റെ ഭൂരിഭാഗവും ബഹിരാകാശത്ത് നിന്ന് പ്രധാനമായും ഛിന്നഗ്രഹങ്ങളിലൂടെയും ധൂമകേതുക്കളിലൂടെയുമാണ് എത്തിയത് എന്നാണ്. ആന്തരിക ഉറവിടം എന്ന സിദ്ധാന്തത്തിൽ ഭൂമിയുടെ ഉൾഭാഗത്തുണ്ടായിരുന്ന ധാതുക്കളിൽ കുടുങ്ങിക്കിടന്ന ജലം പിന്നീട് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വന്നതാണെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഈ 2 സിദ്ധാന്തങ്ങളെയും കൂടുതൽ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഭൂമിയിൽ ജലമെത്തിയതിന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഛിന്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും ജലവാഹകരായി കാണുന്നത്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം അവശേഷിച്ച അവശിഷ്ടങ്ങളാണ് ഛിന്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും. സൂര്യനിൽ നിന്ന് വളരെ ദൂരെയുള്ള തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഛിന്നഗ്രഹങ്ങളിൽ, പ്രത്യേകിച്ച് സി ടൈപ്പ് ഛിന്നഗ്രഹങ്ങളിൽ കാര്യമായ അളവിൽ ജലം കൂടുതലും ധാതുക്കളിൽ കുടുങ്ങിയ രൂപത്തിലോ തണുത്ത ഐസ് രൂപത്തിലോ ആണ് കാണപ്പെടുന്നത്. ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പിന്നീടുള്ള കനത്ത ബോംബെറിയൽ എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ സമയത്ത് ബഹിരാകാശത്ത് നിന്ന് അസംഖ്യം ഛിന്നഗ്രഹങ്ങളും ഉൽക്കകളും ഭൂമിയിൽ പതിച്ചു. ഈ ഛിന്നഗ്രഹങ്ങൾ അവയിൽ അടങ്ങിയിരുന്ന ജലം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ചില ഛിന്നഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ജലത്തിൻ്റെ ഐസോട്ടോപ്പ് ഘടന, അതായത് ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ അനുപാതം ഭൂമിയിലെ സമുദ്രജലത്തിന് സമാനമാണ് എന്നത് ഈ സിദ്ധാന്തത്തിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെ ഹയാബുസ 2 ദൗത്യം റുഗു എന്ന ഛിന്നഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സാമ്പിളുകൾ ഈ വാദത്തിന് കൂടുതൽ തെളിവുകൾ നൽകുന്നു.
വാൽനക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്ന ധൂമകേതുക്കൾ പ്രധാനമായും ഐസും പൊടിപടലങ്ങളും ചേർന്നവയാണ്. സൂര്യനിൽ നിന്ന് വളരെ ദൂരെയുള്ള ഊർട്ട് ക്ലൗഡിലോ കുയിപ്പർ ബെൽറ്റിലോ നിന്നാണ് ഇവയുടെ ഉത്ഭവം. ആദിമകാലത്ത് ധാരാളം ധൂമകേതുക്കൾ ഭൂമിയിൽ പതിച്ചിരിക്കാം. ഇവയും ജലം എത്തിച്ചിരിക്കാം എന്നുമാണ് കരുതപ്പെടുന്നത്. എന്നാൽ പല ധൂമകേതുക്കളിലെയും ജലത്തിൻ്റെ ഐസോട്ടോപ്പ് ഘടന ഭൂമിയിലെ ജലത്തേക്കാൾ വ്യത്യസ്തമാണ്. ഇവയിൽ ഡ്യൂട്ടീരിയമാണ് കൂടുതൽ. ഇത് ധൂമകേതുക്കളിൽ നിന്നും മാത്രമാണ് ജലമെത്തിയത് എന്ന വാദത്തെ ദുർബലപ്പെടുത്തുന്നു. എങ്കിലും ഒരു ചെറിയ അളവിലുള്ള ജലം ധൂമകേതുക്കളിൽ നിന്ന് എത്തിയിട്ടുണ്ടാകാം എന്നും കരുതപ്പെടുന്നു. പിന്നീടുള്ളത് ആന്തരിക ഉറവിടം, അതായത് ഭൂമിക്കുള്ളിലെ രഹസ്യ ശേഖരം എന്ന സിദ്ധാന്തമാണ്. ഭൂമിയുടെ ഉള്ളിൽ തന്നെ ജലം ഉണ്ടായിരുന്നു എന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു. ഭൂമിയുടെ മാൻഡിലിൻ്റെ ആഴങ്ങളിൽ ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും റിങ്ക്യൂഡൈറ്റ് പോലെയുള്ള ചില ധാതുക്കൾക്ക് ജലത്തിൻ്റെ തന്മാത്രകളെ അവയുടെ ഘടനയിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഭൂമിയുടെ രൂപീകരണ സമയത്ത് ഈ ധാതുക്കളിൽ കുടുങ്ങിയ ജലം ക്രമേണ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഉപരിതലത്തിലേക്ക് വന്നിട്ടുണ്ടാകാം. ഇപ്പോഴും ഭൂമിയുടെ ആഴങ്ങളിൽ സമുദ്രങ്ങളിലെ ജലത്തിൻ്റെ പല മടങ്ങ് അളവിൽ ജലം ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ജലം കാലക്രമേണ പുറത്തേക്ക് വരുന്നത് സമുദ്രനിരപ്പ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നും ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഭൂമിയുടെ ആദിമ രൂപീകരണ സമയത്ത് ചില സിലിക്കേറ്റ് ധാതുക്കളിൽ ജലം ചെറിയ അളവിൽ കുടുങ്ങിക്കിടന്നിരിക്കാമെന്നും പിന്നീട് ഭൂമി തണുത്തപ്പോൾ ഈ ജലം ബാഷ്പീകരിക്കപ്പെടുകയും മേഘങ്ങളായി രൂപം കൊള്ളുകയും മഴയായി തിരികെ പതിക്കുകയും ചെയ്തിരിക്കാം എന്നും ഈ സിദ്ധാന്തത്തിൽ പറയുന്നു. ഇതിൽ ഏത് സിദ്ധാന്തമാണ് കൂടുതൽ ശരി എന്നൊരു ചോദ്യമുണ്ടാകാം. നിലവിൽ ഭൂമിയിലെ ജലം പുറത്തുനിന്നുള്ള ഉറവിടങ്ങളിൽ നിന്നും, പ്രധാനമായും ഛിന്നഗ്രഹങ്ങളിൽ നിന്നും, ആന്തരിക ഉറവിടങ്ങളിൽ നിന്നും ഒരുമിച്ച് എത്തിയതാകാം എന്നതിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഛിന്നഗ്രഹങ്ങൾ കൊണ്ടുവന്ന ജലം ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അതേസമയം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ജലം അന്തരീക്ഷത്തിൻ്റെ രൂപീകരണത്തിലും ആദ്യകാല സമുദ്രങ്ങളുടെ രൂപീകരണത്തിലും സംഭാവന നൽകിയിരിക്കണം. ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നു. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾ, പ്രത്യേകിച്ച് ഛിന്നഗ്രഹങ്ങളിൽ നിന്നും ധൂമകേതുക്കളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പഠിക്കുന്നത് ഭൂമിയിൽ ജലം എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ കൂടുതൽ വിപുലമാക്കാൻ സഹായിക്കും. ഭൂമിയിൽ ജലം എങ്ങനെ എത്തി എന്നത് ശാസ്ത്രീയമായ ഒരു ചോദ്യം മാത്രമല്ല, ജീവൻ്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് ഇത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ജലം ജീവൻ്റെ രാസപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു ലായകമാണ്. കൂടാതെ താപനില നിയന്ത്രിക്കാനും പോഷകങ്ങൾ എത്തിക്കാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഭൂമിയുടെ ഈ സവിശേഷതയാണ് സൗരയൂഥത്തിൽ ജീവനെ നിലനിർത്താൻ കഴിയുന്ന ഏക ഗ്രഹമായി ഇതിനെ മാറ്റുന്നത്. ഈ പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം, നമ്മൾ എവിടെ നിന്ന് വന്നു, ഭൂമി എന്തുകൊണ്ട് ഇത്ര സവിശേഷമായി എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുകൾ നൽകാനുള്ള അതിൻ്റെ യാത്ര ഇനിയും തുടരും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.